ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല പുളിയും സ്വല്പം കയ്പും തേങ്ങാപ്പാലിൻ്റെ രുചിയും കലർന്ന ഒരു കിടിലൻ കറിയാണ് പാവയ്ക്ക മാങ്ങ തേങ്ങാക്കൊത്ത് കറി. ഇതിനായി ഞാനൊരു 150 ഗ്രാം തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. അത് പറ്റാവുന്നത്തോളം കനം കുറച്ചരിഞ്ഞ് ഒരു പാനിലോട്ട് പകർത്തിയിട്ടുണ്ട്. കൂടെ തന്നെ അത് വേവാൻ ആവശ്യമായ 1 കപ്പ് വെള്ളവും സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. മൂത്ത തേങ്ങയാണെങ്കിൽ 10 മിനിറ്റ് വേവിക്കുക, മൂക്കാത്തതാണെങ്കിൽ 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, തേങ്ങ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 150 ഗ്രാം പച്ച മാങ്ങ, പുളിയുള്ള മാങ്ങ തൊണ്ടൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ പാവയ്ക്ക നല്ല കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് അല്പം ഉപ്പും മഞ്ഞൾ വെള്ളത്തിലും മുക്കി വെച്ചു. വിഷമൊക്കെ അടിച്ചതാണല്ലോ ഇപ്പോഴും നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് അത് മാറാൻ വേണ്ടി ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച് കഴുകി വാരിയിട്ടേക്കുന്നതാണ്. 3 കൂടി ഇട്ടതിന് ശേഷം ഈ കൂട്ടിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടെ തന്നെ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞതും 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞതും കൂടി ഈ കൂട്ടിലേക്ക് ഇടണം. സ്വല്പം കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സബോള, 5 പച്ചമുളക് അരിഞ്ഞത്, കൂടെ തന്നെ ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം എല്ലാം കൂടി ഒരിക്കൽ കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് വേവിക്കുക. മാങ്ങയ്ക്കും പാവയ്ക്കും വേവ് കുറവായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴേക്ക് അതിലെ വെള്ളമെല്ലാം വറ്റി കിട്ടുന്നതാണ്. അതിനുശേഷം ഈ കൂട്ടിലേക്ക് 1 കപ്പ് 2ാം പാൽ ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ച് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ഗ്രേവിക്കനുസരിച്ച് 1ാം പാൽ, 1 കപ്പ് 1ാം പാലും കൂടി ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കുക. ഇപ്പോൾ 1ാം പാൽ ചേർക്കുന്നതിന് മുന്നേ തന്നെ 2ാം പാൽ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാൽ, കട്ടിയുള്ള പാലും കൂടി ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഈ സമയം ഉപ്പ് പോരായ്കയുണ്ടെങ്കിൽ ചേർത്ത് മാറ്റി വെച്ച് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച്, ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് മൂപ്പിക്കുക. ചുമന്നുള്ളി മൂത്ത് കഴിയുമ്പോൾ കറി ലീവ്സും മുഴുവൻ റെഡ് ചില്ലിയും ഇട്ട് ഒന്നും കൂടി മൂപ്പിച്ച് റെഡ് ചില്ലി പൗഡർ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇളക്കി നമ്മുടെ കറിക്കൂട്ടിലോട്ട് ചേർക്കാവുന്നതാണ്. അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നാടൻ കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുവാനും എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.